നമസ്കാരം. കല്യാൺ സിൽക്സ് മനസ്സിലൊരു മഴവില്ലിലേക്ക് സ്വാഗതം. വ്യത്യസ്തനായൊരു ബാർബറെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ കവിയും ഒരു വ്യത്യസ്തനാണ്. അതെ, ഇന്നത്തെ നമ്മുടെ അതിഥികൾ അനിൽ പനച്ചൂരാനും ഭാര്യ മായയും. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഫോർമലായിട്ടൊക്കെ ഞാൻ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ നാളായിട്ട് അനിലിനെ പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു. വിളിക്കാം എന്ന് മനസ്സിലിങ്ങനെ തോന്നുമ്പം എപ്പോഴെങ്കിലും കാണുമായിരിക്കും, ഡബ്ബിംഗ് നെറ്റിലോ എവിടെയെങ്കിലും വരുമല്ലോ, അപ്പോൾ പരിചയപ്പെടാം. അറബിക്കഥ മുതലേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും തിയേറ്ററിൽ വരാത്ത ആൾക്കാരാണല്ലോ. അതെ, ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ വർക്കിലുള്ളവരാണല്ലോ സിനിമയുടെ. ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പം അതിൻ്റെ ഒരു അകൽച്ചയുള്ളത്. അകൽച്ചയാണ്. അല്ലെങ്കിൽ പൊതുവേ ഞങ്ങൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തിരക്കഥാകൃത്തുക്കളെ കാണാറില്ല, പാട്ടെഴുതുന്നവരെ കാണാറില്ല, മ്യൂസിക് ഡയറക്ടേഴ്സിനെ കാണാറില്ല. ഡയറക്ടേഴ്സുമായിട്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റും സ്ക്രീനും. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പോലും ചിലവരൊന്നും വരാറില്ല ഷൂട്ടിങ് കഴിഞ്ഞാൽ. എന്താ അങ്ങനെ സിനിമയിലേക്ക് വരാൻ ഇത്രയും താമസിച്ചത്? സിനിമയിലേക്ക് വരാൻ താമസിച്ചു എന്നറിയാൻ വയ്യ. അല്ലാത്ത ഇവൾ ഏതാണ്ട് ഒരു ഇനിഷ്യേറ്റീവുകളാണ് തന്നത്. കാരണം സിനിമ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആശയമില്ല. കാരണം സിനിമയിൽ വരാൻ എന്തുകൊണ്ടോ ഇവിടെ ഇപ്പം അനിൽ പനച്ചൂരാൻ വന്നതിലൂടെ പാട്ടൊക്കെ നടക്കുന്നുള്ള ഒരു വിചാരമേ ഉള്ളൂ. പാട്ടെഴുതൽ എന്നുള്ളതൊരു അവസരം ചോദിച്ചാൽ ഇങ്ങോട്ടും അങ്ങനെ പോയ ഒരു കാര്യത്തിന് അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമില്ല. അങ്ങനെ ആരുടെ അടുത്തോട്ട് പോകുന്ന, പിന്നെ നമ്മളൊരു റിമോട്ട് ഒരു സ്ഥലത്താണല്ലോ താമസം. അത് അങ്ങനെ ഒരു ആക്റ്റീവ് ഈ ഫിലിം ആർട്ടിസ്റ്റുകളോ അങ്ങനെ ആരും നമ്മുടെ ആ സ്ഥലത്തില്ല. പിന്നെ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന ഒരു സ്വഭാവമില്ല. ഞാൻ പിന്നെ കാണുന്ന ഒരാളെ, ഇപ്പം നമുക്കൊരാളെ കാണണമെന്ന് വെച്ചാലും നമുക്ക് നമ്പർ എടുത്ത് ട്രേസ് ചെയ്ത് അവരുണ്ടോയെന്ന് ചോദിച്ചു അവരുടെ മൂഡൊക്കെ നോക്കിയേ പോണേ. സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ബന്ധമുള്ളവരാണ് ലാൽ ജോസും ഈ ലോഹിയേട്ടനും ഒക്കെ. ലോഹിയേട്ടൻ്റെ പടത്തിൽ എനിക്ക് അവസരം വരുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം പോയി. ലാലുവായിട്ട് പിന്നെ ഇത്തരത്തിലുള്ള ഈ സിനിമ വേണമെന്ന് ചിന്തിക്കുന്നത് ബന്ധത്തിലല്ല, സൗഹൃദ കൂട്ടായ്മകളിൽ നിന്ന്. ഞാനെല്ലാവർക്കും അറിയാം, എന്നെ പൊതുവിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഞാൻ കവിത എഴുതുന്ന ഒരാളെന്ന നിലയിൽ കുറേ അറിയാവുന്നതായിരുന്നു. പിന്നെ സിനിമ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. ഇപ്പം കവികളെ പൊതുവിലെ ബുദ്ധിജീവികളെന്ന് വേറൊരു ലെവലിൽ മാറ്റി നിർത്തുള്ളൂ. അപ്പം അതല്ല, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളൊരു അങ്ങനെ തോന്നി. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ശ്രമിക്കാം, അല്ലെങ്കിൽ എഴുതാം എന്നൊക്കെ പറഞ്ഞു തന്നത് ഇവളാണ്. അങ്ങനെ നോക്കാം. ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് സ്ത്രീകളാണല്ലോ. അല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കവിയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ ആർക്കും അത്ര, നമ്മുടെ ഏജിലുള്ള എല്ലാവരും കവിത ശ്രദ്ധിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അവർക്കതൊരു ഒരു പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. എന്തെങ്കിലും എഴുതുന്ന ആളാണ് എന്ന് മാത്രം അവരതൊരു സീരിയസ് ഇതായിട്ട് കാണുന്നില്ല. കുടുംബം പുലർത്താൻ ഒരു കവിക്ക് സാധിക്കില്ല എന്നുള്ളൊരു അല്ലേ? പക്ഷെ എനിക്ക് പറ്റുമായിരുന്നു. ഫെയിം വേണം എന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പറയുമ്പോഴേ തിരിച്ചറിയണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആള് എഴുതുന്നതൊക്കെ ഏറ്റവും നല്ല ഇതാണ്, ക്ലാസിക്കലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇടപെടുന്ന ആളുകൾ അത് തിരിച്ചറിയുന്നില്ല. അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നില്ല. അവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. ഇത് ഒന്ന് കവിത ഒന്ന് വായിച്ചു നോക്കാനുള്ള ക്ഷമ അവർക്ക് കാണുന്നില്ല. കവിത അറിഞ്ഞുകൂടാത്തവരടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഇത് എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ഈ ആളിൻ്റെ പേര് പറയുമ്പോഴേ ആളുകൾ തിരിച്ചറിഞ്ഞ് ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം വന്നപ്പോൾ തൊട്ടേ പറയും. അതിന് മുൻകൈ എടുത്തത്. എവിടെ താമസിക്കുന്ന സത്യത്തിൽ? കായംകുളം. രണ്ടുപേരും കായംകുളത്തുകാരാണോ? അല്ല, ഇവൾ തിരുവനന്തപുരത്തുകാരിയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അമ്മ ഇവിടെയാണ്, ശ്രീത്രയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇവിടെ തന്നെയാണ് പഠിച്ചത്, വളർന്നൊക്കെ ഇവിടെ തന്നെ. ഇവള് തിരുവനന്തപുരമാണ്. കായംകുളത്തുകാരനെ എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാരി കണ്ടത്? അത് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടതാണ്. ഇവിടെയാണ് LLB ചെയ്തത് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങൾ കാണാനുള്ള അവസരം. പഠിക്കുന്ന സമയത്താണോ കണ്ടത്, അതോ കവിത വല്ലതും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വല്ലതും കണ്ടതാണോ? കവിത ഇഷ്ടപ്പെട്ടത് ഞാൻ തീരെ ചെറുതായിരിക്കുമ്പോഴേ ഞാൻ കവിത കേട്ടിട്ടുണ്ട്. എങ്ങനെ? അന്ന് പിന്നെ വല്ല മാസികകളിലോ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല, കവിത ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അവർ കേട്ട് ചൊല്ലിക്കൊണ്ട് നടക്കാറുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാൾ ചൊല്ലുന്നത് ഞാൻ കേട്ടെനിക്കറിയാം. അപ്പം ഞാൻ അന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വയസ്സുണ്ടോ? കവിത അന്നൊരു 15 വയസ്സൊക്കെ ആണ്, 10th പഠിക്കുമ്പോഴാണ്. പക്ഷെ അപ്പോഴിങ്ങനെ കാണാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് പോലും അപ്പോഴും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെ അക്കാഡമി പഠിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ടുണ്ട്. ആ ആൾ പറഞ്ഞു ഇങ്ങനെ, ആൾ ഈ കവിതകൾ ഒരുപാട് ചൊല്ലും, എപ്പോഴും ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം, ഇത് അങ്ങോട്ടുള്ള ഹരിപ്പാട് കായംകുളം അവിടെ എന്തോ ഉള്ള ഒരാളാണല്ലോ ഈ കവിത എഴുതിയിരിക്കുന്നത്, ഈയൊക്കെ അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഒരാളിനെ എങ്ങനെ അറിയാം? കാരണം ഒരുപാട് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല കവിതയ്ക്ക്. അപ്പോൾ അയാൾക്ക് അറിയാം, അയാളുടെ കോളേജിലാണ് പഠിക്കുന്നത്, അക്കാഡമിയിലാണ് പഠിക്കുന്നത്, ഒന്നിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ എൻ്റെ ഫ്രണ്ട് ചെന്ന് എന്നെ പറ്റിയും ചെന്ന് പറഞ്ഞു, ഒരു ആരാധികയുണ്ട് എന്നൊക്കെ പോസിറ്റീവായിട്ട് എന്തൊക്കെയോ കുറേ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ പുള്ളിക്കാരനും സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഫോണിലാണ് സംസാരിച്ചത്. ഒരു 4-5 വട്ടം ഫോണിൽ സംസാരിച്ചപ്പോൾ പിന്നെ മീറ്റ് ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് കണ്ടത്. ആദ്യമായിട്ട് എവിടെ വെച്ചാൽ നിങ്ങൾ കണ്ടത്? പാറ്റൂര്. പാറ്റൂർ എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ. ശരി. പാറ്റൂർ ബസ് സ്റ്റോപ്പ് അറിയാം? അവിടെ ഞാൻ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ പോകാൻ വേണ്ടി അവിടെ ഇറങ്ങിയതായിരുന്നു ബസ്സിൽ. അപ്പോൾ എന്നോട് അന്ന് രാവിലെ വിളിച്ചപ്പോൾ ഇതേപോലെ കാണുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോവാണ്, പാറ്റൂർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നാൽ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ ഞാൻ പാറ്റൂർ വരാം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണാൻ പോവാ. പടപടാന്ന് നെഞ്ചിടിപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. മായക്കുണ്ടായിരുന്നു? ഓർക്കുന്നില്ല. നെഞ്ചിടിപ്പാവാനും വേണ്ടിയുള്ള ഒരു അടുപ്പം ചുമ്മാ അങ്ങനെ വലിയൊരു സംഭവം. പുള്ളിക്കാരൻ അപ്പോഴേക്കും ഇങ്ങനെ ഇഷ്ടമൊക്കെ പറഞ്ഞെങ്കിലും അത് പുള്ളിക്കാരനും അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല, ഞാനും അതൊരു സീരിയസ് ആയിട്ട് എടുത്തതുമില്ല. അല്ല, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ? കണ്ടു. ഞങ്ങൾ പാറ്റൂരിൽ നിന്ന് സംസാരിച്ച് ശ്രീകണ്ഠേശ്വരം വരെ പോയി. കണ്ടപ്പം ആ സംസാരിച്ചപ്പോൾ തോന്നിയ ഇഷ്ടം കുറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക്. കാരണം ആ ഒരു ലെവലിലാണ് വന്നതാള്. അത്ര വൃത്തിയിടായിരുന്നു. കുറേ ഇങ്ങനെ താടിയും വളർത്തി, കുറച്ച് മുടിയൊക്കെ വളർത്തി, തനി കവിയായിട്ടാണ് വന്നത്. ഒരു ലുക്സ് ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ താല്പര്യമുള്ള ഒരാളിനെ കാണാൻ വരുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും സാധാരണ ഒരാളാണെങ്കിൽ കുറേ എന്തായാലും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ഒക്കെ വേണം. ഇത് സാധാരണ നടക്കുന്നതിലും ഇതായിട്ടാണ് വന്നത്. അത് ഞാൻ പറയാം, ഞാൻ കുക്കീസ് എന്നൊരു ലോഡ്ജിലാണ് തലേദിവസം കിടക്കുന്നത്. ഒരു സീരിയലുകാരുടെ സെറ്റപ്പിലാണ്. തേക്കാനൊന്നും പറ്റത്തില്ല ഉടുപ്പ്. ഉള്ള കാണാമെന്ന് രാവിലെ പറഞ്ഞു, ശരി കാണാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടുപ്പൊന്നും തേക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ചുളുങ്ങിയൊക്കെ ഉള്ള ഉടുപ്പാണ്. അപ്പോൾ തേക്കാത്തൊരു ഉടുപ്പൊക്കെ ഇട്ടാൽ കുറേ താടിയും മുടിയുള്ള ഒരാൾ അങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോഴും അതേപോലെ അല്ലോ, ശ്രദ്ധിക്കത്തില്ലല്ലോ ഒരു കാര്യവും. കറക്റ്റായിട്ട് മുടി വെട്ടാൻ പോലും ഇല്ലല്ലോ, അതേപോലെ തന്നെ അപ്പോഴും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ എന്താണോ അതാണ് ഒരാൾ ഇഷ്ടപ്പെടേണ്ടത്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരാളുടെ അടുക്കൽ പോവുകയാണെങ്കിൽ നമ്മൾ നേരായി പോകും. അതേ ആയിട്ട് പോകുന്നതാണ്. പ്രച്ഛന്ന വേഷം ധരിക്കേണ്ട സ്ഥലം പ്രണയത്തിൻ്റെ സ്ഥലത്തല്ല.